ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇഫ്താറിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മന്തി തന്നെയാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. മന്തി റെസിപ്പി ആയിട്ടാണ്. മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കാറുണ്ട്, മജ്ബൂസ് അതുപോലെ തന്നെ. അപ്പോൾ അത്രയൊന്നും മസാല ചേർക്കാണ്ട് കുറഞ്ഞ മസാലയിലാണ് നമ്മളിന്ന് ഇഫ്താറിന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ ചിക്കനൊക്കെ ഞാനിവിടെ മസാല തേച്ച് വെച്ചിട്ട് 10 മിനിറ്റായി. റൈസും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവൊന്നും കറക്റ്റ് വേണമെന്നില്ല, നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറഞ്ഞ അളവിൽ സ്പൈസസ് ഇട്ട് കൊടുക്കുക. 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു 2 കഷ്ണം പട്ട, പിന്നെ കറുത്ത നാരങ്ങ, നമ്മുടെ മന്തി മസാലയുടെ പാക്കറ്റിൽ കിട്ടുന്ന നാരങ്ങ, ചെറുനാരങ്ങ, പിന്നെ അരി ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് നമ്മൾ വെന്ത് വരുന്ന സമയത്ത് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഹാഫ് പോർഷൻ മാത്രമേ വേവിച്ചെടുക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ പിന്നെ ദം ചെയ്തെടുക്കുമ്പോഴാണ് വെന്ത് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കാം. ഇനി നമുക്ക് ചിക്കനിൽ വേവിച്ചെടുക്കാനുള്ള അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം, ഒരു ചിക്കൻ ക്യൂബ്, ഒന്ന് മതി കേട്ടോ. ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പൈസസ് ആവും കേട്ടോ, മസാല ഒരുപാടാവും. അപ്പോൾ ഇതിൽ എല്ലാവർക്കും അറിയില്ല, മന്തിയിലും ആണെങ്കിലും മജ്ബൂസിലാണെങ്കിലും ഒക്കെ മസാല കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മന്തി മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് വിട്ട് വെച്ച് കൊടുക്കാം. എല്ലാം കൂടി കൂട്ടി കലർത്തി വെച്ച് കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ ചിക്കൻ ശരിക്കും വെന്ത് കിട്ടില്ല. നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടാണ് ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. 1/4 ടീസ്പൂണും കൂടി മസാലപ്പൊടികൾ കുറച്ച് ഇതിന് മേളിൽ തൂവി കൊടുക്കുക. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഓയിൽ മാത്രമാണ് നമ്മൾ ഈ ചോറും ചിക്കനും വേവിച്ചെടുക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഓയിലോ നെയ്യോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ അരിത ഹാഫ് പോർഷനായിട്ട് വെന്തിട്ടുണ്ട്, ചിക്കനും ഒരു ഹാഫ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മേളിലേക്കായിട്ട് നമുക്ക് അരി ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുപ്പിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. തീ കത്തിക്കേണ്ട ആവശ്യമില്ല, ആ കണലിൽ കിടന്ന് അങ്ങനെ വെന്തോളൂ. ഇപ്പോൾ ചോറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണം. ഞാനിപ്പോൾ ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയെടുത്തതാണ്. അത് അവിടെ എവിടെയായിട്ട് ഓരോ തുള്ളി ഇങ്ങനെ ഇട്ടിച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് റെഡ് കളറും കൂടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേശ്ശെ അവിടെ എവിടെയായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. റെഡ് കളറും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് നടുക്കിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ചെറിയൊരു കുഴിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലൊരു കഷ്ണം ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ പുക പോകുന്നതിന് മുന്നേ അടച്ച് വെക്കുക. ആ ഒരു സ്മോക്കാണ് നമ്മുടെ ചോറിലേക്കുള്ള ഒരു ഫ്ലേവർ വരുന്നത്. അതാണ് നമ്മുടെ ചോറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. നല്ല കണലായിട്ട് വേണം നമ്മൾ ചാർക്കോൾ വെച്ച് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ പുക പുറത്തേക്ക് പോകുന്നതിന് മുന്നേ വേഗം തന്നെ അടച്ച് വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കേണ്ട സമയമായി. ഇന്ന് ഞാനും മോനും മാത്രമേ ഉള്ളൂ. മോള് ഇവിടെ ഇല്ല, മോള് പോയിട്ട് 2-3 ദിവസമായി, വീട്ടിൽ പോയതാണ് കേട്ടോ. പിന്നെ ഇക്കാക്കുന്നൊരു നോമ്പ് തുറ ഉണ്ടായിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ ചോറ് ഇതാ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായിട്ടുണ്ടെന്ന്. ചിക്കനൊക്കെ എന്തായി വെന്തോ, അതുപോലെ ചോറൊക്കെ അടി കരിഞ്ഞു പോയി ഒന്ന് നോക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം. അപ്പോൾ ഇതാ ചോറ് ബാക്കി പോർഷനും കൂടി വേവാനുണ്ടായിരുന്നു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനും ഇതുപോലെ ഇതാ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, അടിയൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ചോറ് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു, ബൈ.